പിന്നെ നമുക്ക് ശാസ്താംകോട്ട വരെ പോയാലോ? കൊല്ലം ശാസ്താംകോട്ട. പിന്നെ ഒരു കാര്യം, നമ്മൾ എപ്പോഴും നല്ല, ഇപ്പം നമ്മൾ ആകെ 2-3 യാത്ര നമ്മൾ ഒറ്റയ്ക്കാണ് പോയത്. പക്ഷെ ഇത്തവണ ആരുണ്ട്? നമ്മുടെ പൈസയിലും കൂടി ഉണ്ട്. അപ്പം നമ്മൾ ഇപ്രാവശ്യം പോണതും ചെറുതായിട്ട് ലേശം ഒന്ന് റേഞ്ച് കൂട്ടിയിട്ടുണ്ടല്ലേ. നമ്മൾ കാറിലാണ് പോകുന്നത്. സെറ്റാക്കാം. നമ്മൾ ഒറ്റപ്പോക്ക് നേരെ അങ്ങനെയാണ്, നേരെ തിരിച്ചാണ് തരാം. അപ്പൊ നമ്മള് നേരെ തിരിച്ചാണ്. നമ്മളും കൂടി കാറ് വരികയാണ്. മാത്രല്ല 2 കൂടി ചാൻസ് ഉണ്ട് ഇല്ലേ? വയലാറിൽ ഉണ്ടെങ്കിൽ നമ്മള് 2 അതുവരെ കൊണ്ടുപോകുന്നതുമാണ്. ഒരാൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ ബാഗ് വടി വെച്ചാൽ മതി. അപ്പൊ എന്താ പിന്നെ നമ്മള് പോവാം. അപ്പൊ ഈ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് നമുക്ക് എത്ര മണിക്കൂറുണ്ട്? ഒരു 7 മണിക്കൂറുണ്ട്. നമ്മൾ ചുരുക്കി സെറ്റ് ചെയ്തിട്ട് ബാക്കി ആക്കാം. അപ്പൊ ഓക്കെ, ബാ നമുക്ക് കൂടെ പോവാം. ബാ വന്നോട്ടല്ലേ? വന്നോട്ടെ. സമയം ഇപ്പൊ ഒരു 3:12 ആയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇറങ്ങിയേ? 2:30 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എവിടെത്തി? കോട്ടക്കൽ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മുടെ ചങ്കൂറ്റി കഴിഞ്ഞല്ലേ? ചങ്കൂറ്റിയൊക്കെ കഴിഞ്ഞതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് എത്ര ശാന്തതയാണ്. രാവിലെ കായൊക്കെയാണ്. ഇത് കൂടെ ഒന്ന് അനങ്ങി കിട്ടണമെങ്കിൽ കുറേ മണിക്കൂർ കാത്തിക്കണം അല്ലേ? ആർഭാടാണെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളിങ്ങനെ പോവാണ്. എന്തായാലും സംഭവം സെറ്റാണ്, നൈസാട്ടോ. ആദ്യം നീ കടന്നിറങ്ങാതെ ഇടയ്ക്ക് ഇതുപോലൊക്കെ ഒരു വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങി നോക്ക്. പൊളിപ്പൻ പൊപ്പളാപ്പനാണ്. ഒരു രസം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. എന്നാലാണ് അതിനൊരു ത്രില്ലുള്ളൂ. അത്രേ ഉള്ളൂ. ഉറങ്ങരുത്. നടക്കുവോ? പാട്ടും കേട്ടു പോവാന്ന് വിചാരിച്ചു ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. പൈസല്ലേ നടക്കുവോ? നടന്നാ മതിയേനു. ഓ മൈ ഗോഡ്, അവിടെ വരെ ഈ അവസ്ഥയില് നിന്റെ തള്ളം കേട്ട് പോണ്ടി വരും. പാട്ടാണ്. എങ്ങനെയെങ്കിലും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും നോക്കിട്ടോ. 7 മണിക്കൂർ യാത്ര ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്തേ പറ്റൂ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കണക്ട് ആക്കട്ടെ, നോക്കാം നമ്മള്. അവസാനം കിട്ടി. വണ്ടി നിർത്തേണ്ടി വന്നു. വണ്ടി നമ്മൾ പത്തനത്താണി നിർത്തിയിട്ടിരിക്കുകയാണ്. കൊടുത്ത ഫുള്ള് പാട്ടേക്കാറ് കേട്ടോ. ആവൂലേ? ആവേണ്ടതാണ്. കണക്റ്റഡ്. അപ്പൊ ഞാൻ അല്പം മ്യൂസിക് കേൾക്കാം. തുറന്നു തന്നെ ഉള്ളു. സാധനാണ് ഇതില്. പൈസ പോഷൻ റഹ്മാനൊരു സാധനം കിട്ടാ, രക്ഷ ഉണ്ടാവില്ല. കിട്ടും സാധനം. കെട്ടവൻ വാഴ്വതും നമ്മ കല്ലിൽ സാധനം വരും.
കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. നേരം വെളുത്തോട്ട് ചെറിയൊരു പേടിയുണ്ട്, അതുകൊണ്ടാണ്. എല്ലാവരുടെയും ഫീല് തട്ടിയ വരികളാണ് ഗൈസ്, ഫീല് തട്ടിയ വരികൾ. അനക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ, ഞങ്ങക്ക് മാത്രല്ല അറിയേണ്ട ആവശ്യമുള്ളൂ. മനസ്സെല്ലാം ഇങ്ങ കണക്കില്ലടാ. ഡ്രൈവിംഗ് മൂഡിലായതുകൊണ്ടാ തോന്നുന്നുണ്ട്. അതോ ഇനി നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ടധികം ശ്രദ്ധ കൊടുക്കാത്തതാണോ എന്ന് അറിയില്ല. ചെറുക്ക് ഒറ്റ സൈലന്റ് ആയിട്ട് ഇരിക്കണേ. എന്താ ജീവനെ പേടിയുണ്ട്. ആ വണ്ടി കൊല്ലത്ത് ഫൈസലേ, ആ വണ്ടി കൊല്ലത്തേക്കുള്ള കേട്ടോ. ഞാൻ പറയുമ്പോ നമുക്ക് അതിൽ കയറി ഇരുന്നാലോ? സ്ഥലം ഉണ്ടോ നോക്കിയാലോ നമ്മള്? അല്ല ഉണ്ടതില്? ഓ ഹൗസ്ഫുള്ളാ തോന്നുന്നുണ്ട് കേട്ടോ. മതിയില്ലേ? സൈഡാക്കിയാലോ നമ്മള്? വഴിയൊക്കെ നൈസായിട്ട്, റോഡൊക്കെ ഫുൾ ഓൺ ഫുൾ സെറ്റ്. എങ്ങനെ നിങ്ങൾ ടാക്സി സൈഡ് കാലുണ്ട് വെച്ച് കൊടുത്തിട്ടേ അല്ലേ? ഉറക്കണ്ട ഉറങ്ങിയത്. ഇനി ഉറങ്ങോ? ഞാൻ ഓടിക്കണോ? വണ്ടി എടുക്കണോ? വേണ്ടാത്താണല്ലേ? ഇടപ്പള്ളി നമ്മുടെ യൂസഫിലാക്കാന്റെ പീടിയാണ്. എത്തപ്പോ കാട്ട് ഇവിടെ എത്തിയ സ്ഥിതിക്ക് മൂപ്പരാളൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അല്ലേ വയസ്സിലേ? ഒരാള് ഉറങ്ങിയതായിരുന്നു. ഇപ്പൊ നമുക്ക് പോയോക്കാനും. അയ്യോ അയ്യോ, പോട്ടെ പോട്ടെ. നമുക്കൊരാനന്ദ കല്യാണം. ഒന്നുമില്ല, നേരം വെളുത്താണ്. നേരം വെളുത്ത് ഉറങ്ങണ്ട ജി ഐസലേ. അയ്യോ, ഞാനെങ്കിൽ എവിടെയെങ്കിലും സൈഡായി എന്നാലും കുഴപ്പമില്ല. നേരം വെളുത്ത് നൈസ് പുള്ളി. നൈസായിട്ടുള്ള മരം. അങ്ങോട്ട് നോക്കിയോ? സ്കൂൾ തുറന്നോ? അല്ല, സ്കൂൾ വിട്ട് വന്ന് തുടങ്ങിയില്ലേ? നീ ശ്രദ്ധിക്കണല്ലേ? എപ്പോഴും ശ്രദ്ധ കാണുന്ന പറഞ്ഞ. പിന്നെ ഒരു പമ്പ് ആണെങ്കിൽ നിർത്തി തരുമോ? ചെറുതായിട്ടൊന്ന് ബാത്റൂം കയറണമായിരുന്നു. ബാത്റൂമല്ല, ബാത്റൂമിൽ നമ്മൾ കുളിച്ചാലല്ല പോവാ. ടോയ്ലറ്റ് പോകണമായിരുന്നു. അത്യാവശ്യമാണോ എന്നൊരു സംശയവും കൂടുതലുണ്ട് ഇപ്പോ. അതാണ്, അത് സഹിച്ചാൻ പറ്റൂലെന്നേ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞോണ്ട് പറ്റണില്ല. ഒരു പമ്പുണ്ടോ നോക്കട്ടെ. അയ്യോ, ഒരു സ്ഥലത്ത് കിട്ടിയിരിക്കുന്നു. പോയോ നല്ല വൃത്തിയാണോ? ഒരു രക്ഷയില്ലാത്ത വൃത്തിയൊക്കെ. അപ്പോൾ മക്കളെ ഒരു 10-15 ലക്ഷം രൂപ കടം വീട്ടിയ ശോകം. സമാധാനായിക്കേ. ഇനിയിപ്പോൾ നമ്മള്
ചെക്കനെ ചെക്കൻ കാത്തു ചെയ്യുന്നുണ്ട്. ഓ പൈസ എന്നെ നല്ല മര്യാദക്ക് ഒന്ന് കണ്ടോട്ടെ അറിഞ്ഞില്ലേ? അവിടെ ആളുണ്ട്. ഹേയ് ഗൈസ്, പിന്നെ ഈ വീഡിയോ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും ഇപ്പോൾ റെസ്റ്റ് എടുത്ത് സെറ്റായി. അതുവരെയുള്ള അവിടെ ഒക്കെ പൈസല്ലേ? എന്താ അന്നെന്താ തണല് കാണുന്നു? എന്റെ മോൻ കാണാത്ത എന്താ? ഓ എടാ ഇജ് വെയിലടിക്കണേനെ, ഞാനും താഴ്ത്തിരട്ടെ. അപ്പൊ ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാൻ പാടില്ല. സബ്സ്ക്രൈബ് ചെയ്തോളാം. ഓക്കെ, മോശമല്ലേ? ബെല്ലൈക്കൺ എന്തായാലും നടത്തണം, നിർബന്ധ വാജിബാന്നായിരുന്നു. അപ്പൊ ഓക്കെ ബൈ. ഇപ്പൊ അടുത്ത നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ തന്നെ നമ്മൾ സെറ്റ് ചെയ്യും.